സ്റ്റഡിവില്ലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ലൈഫ്സ് മിസ്റ്ററി ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ് പാഠത്തിലെ ഓണപരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് റിവിഷൻ പോലെ ചെയ്യാണ്. അപ്പം ചോദ്യങ്ങളുടെ ഒരു ഘടന എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചിലപ്പം സെല്ല് വരയ്ക്കാൻ പറയാൻ മതി. ഈ പ്ലാൻ സെല്ല് വരയ്ക്കാനും ആ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും, ഒരു പ്ലാൻ സെല്ല് വരച്ചിട്ട് അതിലെ പ്രധാന ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും. അപ്പം നമുക്ക് നോക്കാം. ഒരു പ്ലാൻ സെല്ല്, ഇതാണല്ലോ ഒരു പ്ലാൻ സെല്ല്. അപ്പോൾ പ്ലാൻ സെല്ലിന് ഭാഗങ്ങളെ അടയാളപ്പെടുത്തണം. അപ്പം എല്ലാ ഭാഗങ്ങളൊന്നും അടയാളപ്പെടുത്തിയിട്ടെങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ എന്തായാലും അടയാളപ്പെടുത്തണം. ഒരു സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പം സെല്ല് വരച്ചിട്ട് ന്യൂക്ലിയസ് നമ്മൾ അടയാളപ്പെടുത്തണം. പിന്നെ സെൽ മെംബ്രെയിന് അടയാളപ്പെടുത്തണം, റൈബോസോം അടയാളപ്പെടുത്തണം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അടയാളപ്പെടുത്തണം, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ് ഇവയൊക്കെ നമ്മൾ അടയാളപ്പെടുത്തണം. പിന്നെ വാക്യൂള്, മൈറ്റോകോൺട്രിയ, സെൽ വാള്, ഗോൾജി കോംപ്ലക്സ് എന്നിവയൊക്കെയാണ് ഒരു പ്ലാൻ സെല്ല് വരച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇവയെ അടയാളപ്പെടുത്തിയ മാത്രം ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം ഈ പ്ലാൻ സെല്ല് വരച്ചിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ. പിന്നെ അതിൽ തന്നെ വരുന്നൊരു വേറെ ക്വസ്റ്റ്യനാണ്, ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കിന് ചോദിക്കാൻ കഴിയുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ ചില ഭാഗങ്ങൾ, അതായത് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, റൈബോസോം, വാക്യൂൾ, ഗോൾജി കോംപ്ലക്സ് എന്നിവ എന്ത് ചെയ്യാണ്, അവയുടെ ഫങ്ഷൻസും അല്ലെങ്കിൽ പെക്യൂലാരിറ്റീസ് അവയെ പറ്റി എഴുതാനും അവയുടെ ഫങ്ഷൻസ് എഴുതാനും ചോദിക്കും. അപ്പം പിന്നെ അതിൽ ചോദിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അതിൽ 1 വേർഡായിട്ട് ചോദിക്കാം. ഏതെങ്കിലും ഒരു പിക്ചർ തന്നിട്ട് ഈ പാർട്ടിൻ്റെ പേര്, ഈ സെൽ ഓർഗനലിൻ്റെ പേര് എന്താണെന്ന് ചോദിക്കാം. ഈ മൈറ്റോകോൺട്രിയേൻ്റെതോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെതോ അല്ലെങ്കിൽ റൈബോസോമിൻ്റെ ഒക്കെ പിക്ചർ കൊടുത്തിട്ട് ഈ പാർട്ട് ഏതാണ്, സെൽ ഓർഗനൽ ഏതാണെന്ന് ചോദിക്കാൻ കഴിയും. ഈ തന്ന സെൽ ഓർഗൻ്റെ ഫങ്ഷൻസ് എഴുതാൻ വരും. അങ്ങനെ ഈ 5 സെൽ ഓർഗനലും അതിൻ്റെ ഫങ്ഷൻസും പഠിച്ചു വെക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാം. അതിൽ ചോദിക്കാൻ കൂടുതലും സാധ്യതയുള്ളത് മൈറ്റോകോൺട്രിയം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, റൈബോസോം തന്നെയാണ്. അതിൻ്റെ ചിലപ്പം ഫങ്ഷൻസ് ചോദിക്കാൻ കഴിയും. പിന്നെ നമ്മൾ പറഞ്ഞു പ്ലാൻ സെല്ല് വരയ്ക്കാനുണ്ടാവുമെന്ന്. ചിലപ്പം പ്ലാൻ സെല്ല് വരച്ചിട്ട് ഏതെങ്കിലും ഭാഗങ്ങൾ ചോദിക്കും, ഇന്ന ഭാഗം എന്താണ്, അല്ലെങ്കിൽ ഇന്ന വരയ്ക്കാൻ പറഞ്ഞിട്ട് ചിലപ്പം പിക്ചർ തന്നിട്ട് ഒരു ചോദ്യം ചോദിക്കാം, ഏത് ഭാഗമാണ് പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മാർക്ക് ചെയ്തൊരു പാർട്ടുണ്ടാവും, ആ പാർട്ടിൻ്റെ പേര് എഴുതാൻ പറയാം. അങ്ങനെ പല ക്വസ്റ്റ്യൻസും നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ എനിമൽ സെല്ലിൽ നിന്ന് ചോദിക്കാം. എനിമൽ സെല്ലിൻ്റെ ഫോട്ടോ തന്നിട്ട് ചില പാർട്ട് അടയാളപ്പെടുത്തിയിട്ട് ഈ പാർട്ടിൻ്റെ പേരെന്താണെന്നോ അല്ലെങ്കിൽ ആ പാർട്ട് എന്തെങ്കിലും ഒരു സവിശേഷത വെച്ചിട്ട് ഈ സവിശേഷത ഉള്ളത് ഏത് പാർട്ടിനാണെന്ന് എഴുതാനോ, അങ്ങനെ ഒരു 3 മാർക്ക് വരെ അല്ലെങ്കിൽ 4 മാർക്ക് വരെ നമുക്ക് ഇതിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. മിക്കവാറും 3 മാർക്കിൻ്റെ അഥവാ 3 1 വേർഡ് ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിട്ട് അത് അടയാളപ്പെടുത്താൻ വരാൻ മതി. പിന്നെ ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിൻ്റെ 5 അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 പാർട്ടുകൾ ഏതൊക്കെയാണ്, ആ 5 പാർട്ടും തന്നിട്ട് അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ട് ചോദിച്ചിട്ട് ഈ പാർട്ടിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ടേബിളായിട്ട് നമുക്ക് ചോദിക്കാം. ഈ പാർട്സ് ഒരു സൈഡിലും ഫങ്ഷൻസ് ഒരു സൈഡിലും കൊടുത്തിട്ട് ഏത് പാർട്ടിൻ്റെ ഫങ്ഷനുമായിട്ട് മാച്ച് ചെയ്യാൻ പറയാം. ഒരു ന്യൂക്ലിയസിൻ്റെ പിക്ചർ തന്നിട്ട് അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഫങ്ഷൻസ് എഴുതാനോ അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയ ഭാഗം എഴുതാമെന്ന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് പ്രോകാരിയോട്ട്, യൂകാരിയോട്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രോകാരിയോട്ടെന്നും എന്താണ് യൂകാരിയോട്ടെന്നും ചോദിക്കാം. പിന്നെ അതിനൊരു എക്സാമ്പിൾ എഴുതണം. വാട്ട് ഈസ് പ്രോകാരിയോട്ടും അതിനൊരു എക്സാമ്പിൾ എഴുതാൻ പറയാം. വാട്ട് ഈസ് യൂകാരിയോട്ടെന്നും അതിനൊരു എക്സാമ്പിളും. അങ്ങനെ 2 മാർക്ക് വെച്ചിട്ട് 4 മാർക്കിന് വരെ നമുക്കത് അതിൽ നിന്ന് മാർക്ക് നേടാൻ കഴിയും. അടുത്തത് പ്ലാസ്റ്റിഡ്സ് ആണ്. അത് എന്താ വെച്ചാൽ അത് ഏതൊക്കെ തരം പ്ലാസ്റ്റിഡ്സ് ഉണ്ടെന്ന് ചോദിക്കാൻ കഴിയും. 3 കൈൻഡ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ചോദിക്കുന്നതാണ് പ്ലാസ്റ്റിഡ്സിലെ കളർ നൽകുന്ന ഏത് പ്ലാസ്റ്റിഡാണ്. അത് ക്രോമോപ്ലാസ്റ്റാണ്. ക്രോമോപ്ലാസ്റ്റിൽ നമ്മൾ യെല്ലോ കളർ നമുക്ക് തരുന്നത് സാന്തോഫിലാണ്. യെല്ലോവിഷ് ഓറഞ്ച് നമുക്ക് തരുന്നത് കരോറ്റിനാണ്. റെഡും പേർപ്പിളും തരുന്നത് ആന്തോസയാനിനാണ്. അപ്പോൾ അത് നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു സാധനമാണത്.
പിന്നെ ചോദിക്കാൻ ചാൻസസ് ഉള്ളതാണ് അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസസ്. അതായത് അനിമൽ സെല്ലിൽ ഉള്ളതും പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്തതുമായ പാർട്സും പ്ലാന്റ് സെല്ലിൽ ഉള്ളതും അനിമൽ സെല്ലിൽ ഇല്ലാത്തതുമായ പാർട്സും, അല്ലെങ്കിൽ ഈ പ്ലാന്റ് സെല്ലും അനിമൽസ്, അത് കോമൺ ആയിട്ട് വരുന്നത് ചോദിക്കൂല. ഇപ്പോൾ പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്തത് അനിമൽ സെല്ലിലുള്ള ഏതൊക്കെയാണ് പാർട്സ് എന്ന് ചോദിക്കാം, അനിമൽ സെല്ലിൽ ഇല്ലാത്ത പാർട്സ് ഏതൊക്കെയാണ് പ്ലാന്റ് സെല്ലിൽ ഉള്ളതെന്നും ചോദിക്കാം. അത് ഒന്ന് ഓർത്ത് വെച്ചോളണ്ടി. ടെക്സ്റ്റ് ബുക്കിലെ 11ാമത്തെ പേജിൽ കുറച്ച് സയൻറ്റിസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് സെല്ല് ഒബ്സർവ് ചെയ്തത് റോബർട്ട് ഹുക്കാണ്. അപ്പം റോബർട്ട് ഹുക്ക് ആണ് ആദ്യം ഒബ്സർവ് ചെയ്തത്. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ആദ്യമായിട്ട് സെല്ല് ഒബ്സർവ് ചെയ്തത് ആരാണ്? റോബർട്ട് ഹുക്ക്. പിന്നെ റോബർട്ട് ബ്രൗൺ ആണ് സെൻറ്റർ ഓഫ് സെല്ല് കണ്ടുപിടിച്ചതും ഈ ന്യൂക്ലിയസ് അതിന് പേര് നൽകിയത് ആൾ ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. അത് 1831 അടുത്തത് MJ ഷെൽഡൻ ആണ്. അയാളാണ് പ്ലാന്റ്സിൻ്റെ എല്ലാ പ്ലാന്റ്സിനും ഒരു ബോഡി ഉണ്ടാക്കിയത് സെൽസ് ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് കണ്ടുപിടിച്ചതാണ് MJ ഷെൽഡൻ. അടുത്തത് തിയോഡർ ഷാനാണ്. ഈ എനിമൽസിൻ്റെയും ബോഡി സെല്ല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ ആളാണ് തിയോഡർ ഷാൻ. സെൽ ഡിവിഷൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് വിർച്ചോ ആണ് ഈ സെൽ ഡിവിഷൻ കണ്ടുപിടിച്ചത്. അപ്പം ഇവർ 5 പേരെയും പേരൊന്ന് ഓർത്ത് വെക്കുക. അവർ എന്താണ് കണ്ടുപിടിച്ചതെന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കുക. തിയോഡർ ഷാനും MJ ഷെൽഡനും കൂടിയാണ് സെൽ തിയറി ഫോം ചെയ്തത്. അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അതോടൊപ്പം എന്താണ് സെൽ തിയറി എന്നും അതും കൂടി ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഫങ്ഷൻസ് ഓഫ് സെല്ലും കൂടെ പഠിക്കുക. പിന്നെ ഒരു ചോദിക്കാൻ ചാൻസസ് കുറവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. പാർട്സസ് ഏതൊക്കെയാണെന്ന്, ഈ മൈക്രോസ്കോപ്പിലെ പാർട്സസ് ഏതൊക്കെയാണെന്ന്. അത് ചിലപ്പോൾ ഒരു പിക്ചർ തന്നിട്ട് ഈ പാർട്ട് അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ മേ ബി അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാലോ എന്നുള്ള രീതിക്ക് മൈക്രോസ്കോപ്പിലെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ള ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ എന്നിവ ഒരു പാർട്സ് ഒന്ന് നോക്കി വെച്ച് പോവുക. അപ്പോൾ ഇതൊക്കെ തന്നെ അതിൽ മെയിനായിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.